കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ പര്യടനം ആരംഭിച്ചു. കയ്യൂർ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്. കേരളക്കര ഏറ്റെടുത്ത വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ. ഈ ഓഫർ ABC മൈ ഹോമിലും ABC സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ്. LDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കമായി. CPM ജില്ലാ സെക്രട്ടറിയായ MV ബാലകൃഷ്ണൻ കയ്യൂർ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് ചീമേനി, പാടിച്ചാലിലെ മുനയൻകുന്ന്, കോറോം, പെരളം, കരിവള്ളൂർ രക്തസാക്ഷി സ്മൃതി മണ്ഡപങ്ങൾ സന്ദർശിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടെ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് MV ബാലകൃഷ്ണൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയത്തിനും ആശങ്കക്കും അടിസ്ഥാനമില്ല. ഈ മണ്ഡലം വീണ്ടും LDFന്റെ കൈകളിലേക്ക് വരും. അതിന് ജനങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ മത്സരിക്കുക. കഴിഞ്ഞ നിരവധി വർഷക്കാലമായി എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അംഗക്കളരിയാണ് ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ല. വൈകുന്നേരം 3 മണിക്കായിരുന്നു ഔദ്യോഗികമായി LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായതെങ്കിലും നേരത്തെ തന്നെ MV ബാലകൃഷ്ണനായി പ്രചാരണം തുടങ്ങിയിരുന്നു. വോട്ട് അഭ്യർത്ഥിച്ച് കാസർഗോഡ് അണങ്കൂരിലാണ് ചുമരെഴുത്ത് പ്രചാരണം തുടങ്ങിയത്. ബുധനാഴ്ച കല്യാശ്ശേരി മണ്ഡലത്തിലാണ് പര്യടനം. വ്യാഴാഴ്ച കാസർഗോഡ്, വെള്ളിയാഴ്ച പയ്യന്നൂർ, ശനിയാഴ്ച തൃക്കരിപ്പൂർ, ഞായറാഴ്ച ഉദുമ, തിങ്കളാഴ്ച കാഞ്ഞങ്ങാട് എന്നീ മണ്ഡലങ്ങളിലും പര്യടനം നടത്തും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.